കണ്ണൂരിൽ ഇത്തവണ 4 മണ്ഡലങ്ങളിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. CPM-ന്റെ 3 സിറ്റിംഗ് സീറ്റുകളിലടക്കം ശക്തമായ പോരാട്ടമാണ്. ഇതിനൊപ്പം കണ്ണൂരും കൂത്തുപറമ്പിലും UDF അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ണൂരിൽ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളായ പയ്യന്നൂരും തളിപ്പറമ്പിലും കാര്യങ്ങൾ ഇത്തവണ സുരക്ഷിതമല്ല. പാർട്ടി വിട്ട് UDF പിന്തുണയിൽ മത്സരിക്കുന്ന V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും CPM-ന് ഉയർന്ന വെല്ലുവിളി ചെറുതല്ല. ഫണ്ട് തിരിമറി ആരോപണം ഉന്നയിക്കുന്ന V കുഞ്ഞികൃഷ്ണനും സ്വജനപക്ഷപാതം ഉയർത്തി TK ഗോവിന്ദനും ചെങ്കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ രംഗത്തുണ്ട്. ഇതിനൊപ്പം കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത അഴീക്കോട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കരീം ചേലേരി സിറ്റിംഗ് MLA KV സുമേഷിന് ശക്തമായ വെല്ലുവിളിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളായ സണ്ണി ജോസഫും KK ശൈലജയും നേർക്കുനേർ മത്സരിക്കുന്ന പേരാവൂർ മണ്ഡലം സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമാണ്. 2011 കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ KK ശൈലജ എത്തുമ്പോൾ സിറ്റിംഗ് MLA സണ്ണി ജോസഫ് കടുത്ത സമ്മർദ്ദത്തിലാണ്. കണ്ണൂർ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് UDF ഉറപ്പിക്കുകയാണ്. കണ്ണൂരിൽ സിറ്റിംഗ് MLAയും മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ എതിരിടുന്നത് മുൻ മേയർ കൂടിയായ TO മോഹനാണ്. ജയന്തി രാജനിലൂടെ ഒരു അട്ടിമറിയാണ് കൂത്തുപറമ്പിൽ UDF പ്രതീക്ഷിക്കുന്നത്. കല്യാശ്ശേരി, മട്ടന്നൂർ, തലശ്ശേരി മണ്ഡലങ്ങളിൽ LDF-ഉം ഇരിക്കൂർ മണ്ഡലം UDF-ഉം നിലനിർത്തും. മീഡിയ 1 കണ്ണൂർ. ഇടതുകോട്ടയായ പാലക്കാട് ജില്ലയിൽ ശക്തമായ മത്സരമാണ് പല മണ്ഡലങ്ങളിലും നടക്കുന്നത്. 7 മണ്ഡലങ്ങളിൽ LDF UDF പോരാട്ടം നടക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം.